മൂന്നാം ക്ലാസ്സിലെ തജ്വീദിലെ 13ാമത്തെ പാഠം അൽ ഇഖ്ഫാഉ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ 5 ആണ്. 1 ഇൽഹാർ, 2 ഇഖ്ലാബ്, 3 ഇദ്ഗാമും ബിഉന്ന, 4 ഇദ്ഗാമും ബിലാ ഉന്ന, 5 ഇഖ്ഫാ. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഹംസ്, ഹാ, ഐന്, ഹാ, ഐന്, ഖാ. ഈ 6 അക്ഷരങ്ങളാണ് ഇൽഹാറിൻ്റേത്. ഇഖ്ലാബിൻ്റെ ഒരു അക്ഷരമാണുള്ളത്, ബാ. ഇദ്ഗാമും ബിഉന്ന 4 അക്ഷരങ്ങളാണുള്ളത്, യാ, വാവ്, മീം, നൂന്. യൗമി എന്നതിലെ 4 അക്ഷരങ്ങളാണ് ഇദ്ഗാമും ബിഉന്നക്കുള്ളത്. ഇദ്ഗാമും ബിലാ ഉന്നയുടെ അക്ഷരങ്ങൾ ലാം, റാ. ഇനി നമുക്ക് ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അൽ ഇഖ്ഫാഉ. ഉദാഹരണങ്ങൾ: അൻതും, മൻ തസക്ക, അദ്നിൻ തജ്രി. സാക്കിനായ നൂനിൻ്റെ ശേഷം താ വന്നു, തൻവീനിൻ്റെ ശേഷം താവ് വന്നു. ഇനി നമുക്ക് പാഠം നോക്കാം. ഇവയിൽ സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം താ വന്നിരിക്കുന്നു. ഇവിടെ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കുന്നില്ല. സാക്കിനായ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കുന്നില്ല. എപ്പോഴാണ് വ്യക്തമാക്കി ഉച്ചരിക്കുക? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ എന്നറിയപ്പെടുന്ന ഹംസ്, ഹാ, ഐന്, ഹാ, ഐന്, ഖാ. ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇൽഹാറിനാണ് വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടത്. എന്നാൽ ഇവിടെ വ്യക്തമാക്കി ഉച്ചരിക്കുന്നില്ല. മറ്റൊരു ഹർഫിലേക്ക് ചേർക്കുകയോ. എപ്പോഴാണ് മറ്റൊരു ഹർഫിലേക്ക് ചേർക്കുക? ഇദ്ഗാം. ഇദ്ഗാം ചെയ്യുമ്പോഴാണ് മറ്റൊരു ഹർഫിലേക്ക് ചേർക്കുക. മീമായി മറിക്കുകയോ ചെയ്യുന്നില്ല. എപ്പോഴാണ് മീമായി മറിക്കുക? ഇഖ്ലാബ്, ബാ വരുമ്പോഴാണ് മീമായി മറിക്കുക. മറിക്കുകയോ ചെയ്യുന്നില്ല, പകരം അവ തരിമൂക്കിലേക്ക് മറച്ചു മണിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? തരിമൂക്കിലേക്ക് മറച്ചു മണിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അൻതും, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന് ഇഖ്ഫാ എന്ന് പറയുന്നു. ഇത്തരം 15 അക്ഷരങ്ങൾ ഉണ്ട്. അവ ചുവടെ കൊടുക്കുന്നു. 15 അക്ഷരങ്ങളാണ് ഇഖ്ഫായിനുള്ളത്. അവ ചുവടെ കൊടുക്കുന്നു. ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. താ, സാ, ജീം, ദാൽ, റാൽ, സാ, സീന്, ഷീന്, സ്വാദ്, ലാദ്, ത്വാ, ല്വാ, ഫാ, ഖാഫ്, കാഫ്. ഈ 15 അക്ഷരങ്ങളാണ് ഇഖ്ഫായിനുള്ളത്. താ ഒഴിച്ചുള്ള അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങൾ നിങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. താഇനുള്ള ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇതുപോലെ ഓരോ അക്ഷരത്തിനും ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ നിന്നും നോക്കി ഓരോന്നിനും ഓരോ അക്ഷരത്തിനും ഉദാഹരണങ്ങൾ കണ്ടെത്തി നോട്ട് ബുക്കിൽ എഴുതാം. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.